പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ്. ശ്യാം സുന്ദർ, നിലമ്പൂർ പുതുവാദിയാർ മഠം കൊട്ടാരത്തിൽ നിന്നാണ്. ഞാനിന്ന് ഒരു വീഡിയോ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് കേരളത്തെ ഒരു പ്രധാന വിഷയമാണ് പാലയൂർ ശിവക്ഷേത്രം. ഈ പാലയൂർ ശിവക്ഷേത്രം ഇന്ന് ഒരു ചർച്ചാണ്. ഗുരുവായൂരിൻ്റെ അടുത്താണ്, അല്ലെങ്കിൽ ചാവക്കാടിൻ്റെ അടുത്താണ് ഈ ഒരു പാലയൂർ എന്ന് പറയുന്ന പ്രസിദ്ധമായ ശ്രീ മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ ക്ഷേത്രം ഇന്ന് ഒരു ക്രിസ്ത്യൻ ആരാധനാലയമാണ്. ഞാൻ പോയിട്ടുണ്ട് ആ ക്ഷേത്രത്തിൽ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, കേരളത്തിലെ ഒരു ക്ഷേത്രങ്ങളും ഏതെങ്കിലും ക്ഷേത്ര ഭൂമിയോ ഇതര മതസ്ഥർ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭൂമി കൊടുക്കുക. കാരണം ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയക്കാരും ഇടപെടാതിരിക്കുക. ക്ഷേത്രം ഹിന്ദുക്കളുടേതാണ്, ചർച്ച് ക്രിസ്ത്യാനികളുടേതാണ്, മുസ്ലിം പള്ളി മുസ്ലിംസിൻ്റെയാണ്. ഒരു മുസ്ലിംസിൻ്റെ പള്ളിയോ അല്ലെങ്കിൽ അവരുടെ പള്ളി സ്വത്തുക്കളോ ഏതെങ്കിലും ഹിന്ദു കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചു കൊടുത്തേക്ക്. ആരായാലും വേണ്ടില്ല, ഏത് സംഘടനയായാലും വേണ്ടില്ല. അതുപോലെ തന്നെ ഹിന്ദുവിൻ്റെ ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ക്ഷേത്രഭൂമി ഏതെങ്കിലും മതസ്ഥർ പറ്റിച്ചിട്ടോ കബളിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ കൈയടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക തന്നെ വേണം. എത്ര കാലം കഴിഞ്ഞാലും ശരി. അതാണിപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ അത് നേടിയെടുക്കാൻ പോകുന്നത്. ഇത് രാഷ്ട്രീയപരമായ രീതിയിൽ ആരും എടുക്കേണ്ടതില്ല, മതപരമായ രീതിയിൽ മാത്രം എടുത്താൽ മതി. ഈ പാലയൂർ ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ആ സ്ഥലം എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കാൻ ഭാരവാഹികളായി ഇപ്പോൾ ഇരിക്കുന്ന ആളുകൾ ശ്രമിക്കേണ്ടതാണ്. ബലപ്രയോഗത്തിലൂടെ അത് മേടിക്കാനും കൊടുക്കാനും ഇടവരാതെ സ്നേഹത്തോടെ ഇത്രയും കാലം നിങ്ങൾ അത് കൈവശം വെച്ചു, അനുഭവിച്ചു, കാത്ത് സൂക്ഷിച്ചു. നന്ദി, നമസ്കാരം. ഈ സ്ഥലം പണ്ട് നമ്പൂതിരിമാരായ ഒരു കൂട്ടം ആളുകൾ, വേണമെങ്കിൽ എൻ്റെ ബന്ധുക്കൾ എന്ന് വേണമെങ്കിൽ പറയാം, അന്നത്തെ ആളുകൾ സൂര്യനമസ്കാരം ചെയ്യാൻ വേണ്ടി കുളത്തിൽ കുളിക്കുകയായിരുന്നു. കുളിക്കുന്നതിനിടെ ഭഗവാന് ആ വെള്ളം സമർപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ വെള്ളം താഴേക്ക് തന്നെയാണ് വീഴുക. എന്നാൽ തോമസ് സീഹ എന്ന് പറഞ്ഞ ഒരു വിദ്വാൻ അയാളുടെ മായാജാലം, ഇന്ദ്രജാലം കൊണ്ട് ദൈവത്തിൻ്റെ പ്രതിപുരുഷനാണെന്നും പറഞ്ഞ് വരികയും ഈ സൂര്യനമസ്കാരത്തിനിടയിൽ വീഴുന്ന ജലം എന്തുകൊണ്ടാണ് താഴേക്ക് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അന്നത്തെ വിഡ്ഢികളായ ആ ബ്രാഹ്മണർ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു: വെള്ളം താഴേക്കല്ലാതെ മേലേക്ക് പോവുമോ? പോകും. മേലേക്ക് പോയാൽ മാത്രമേ ദൈവം അത് സ്വീകരിക്കുകയുള്ളൂ എന്ന് തോമസ് ലീഹ. അങ്ങനെയാണെങ്കിൽ കാണണമല്ലോ, കാണിച്ചു തരാം.
അങ്ങനെയാണെങ്കിൽ കാണിച്ചു തന്നാൽ ക്രിസ്തു മതം അല്ലെങ്കിൽ വിശ്വാസം സ്വീകരിക്കുമോ എന്നായി ഈ വിദ്വാന്റെ മറുചോദ്യം. സംശയിക്കേണ്ട, അങ്ങനെ ഒരു അത്ഭുതം നടന്നാൽ അത് ദൈവത്തിൻ്റെ തന്നെ ആയിരിക്കാം. നിങ്ങളുടെ ദൈവമായാലും ഞങ്ങളുടെ ദൈവമായാലും ഒക്കെ ദൈവമല്ലേ എന്നും പറഞ്ഞ് ഈ വിഡ്ഢികൾ നേരെ ഇയാളുടെ മായാജാലത്തിൽപ്പെട്ടു. വെള്ളം മുകളിലേക്ക് അപ്രത്യക്ഷമായി. അത് ഇന്ന് ശ്രീ മുതുകാടോ മലയത്തോ സർക്കാരോ ഇതുപോലുള്ള മജീഷ്യന്മാർക്കൊക്കെ ചെയ്യാൻ കഴിയുന്ന ഒരു വിദ്യ തന്നെയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ആരും ഈ വിദ്യ കാണാത്തത് കൊണ്ട് അത് ദൈവികമായ ചൈതന്യമാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ നമ്പൂതിരിമാരെന്ത് ചെയ്തു? കുടുംബസമേതം ദൂരെയുള്ള ആളുകൾ ഒഴികെ ആ പ്രദേശത്തുള്ള എല്ലാവരും അങ്ങോട്ട് മതം മാറി, അല്ലെങ്കിൽ മതം മാറ്റത്തിന് ഇടവന്നു. ആ ക്ഷേത്രവും ക്ഷേത്രക്കുളവും അതിന് പരിസരത്തുള്ള ആ ബ്രാഹ്മണ വീടുകളെല്ലാം തന്നെ തോമസ് ലീഹ ക്രിസ്തുമത ഭവനമാക്കി ആരാധനാലയമാക്കിയാണ് മാറ്റി. ബാബർ മസ്ജിദ് പണ്ട് ബാബറിൻ്റെ പള്ളിയായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു വ്യക്തി ഒരു പള്ളി പണിതാൽ അതൊരിക്കലും ആ വ്യക്തിയുടെ പേരും പ്രശസ്തിക്ക് വേണ്ടി മാത്രമാണ് ചെയ്യുക. കാലം മാറി യഥാർത്ഥ സത്യം മനസ്സിലായപ്പോൾ മുസ്ലിം സഹോദരങ്ങൾ അത് പരമാവധി വിട്ടുവീഴ്ച ചെയ്ത് അത് ഹിന്ദുക്കൾക്ക് തന്നെ കൊടുത്തു. അങ്ങനെ ഏത് മതസ്ഥരാണ് മറ്റൊരുത്തൻ്റെ ആരാധനാലയം കയ്യേറുകയും ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടോ അതെല്ലാം തന്നെ ചോദിക്കാനും പറയാനും നിൽക്കണ്ട, തിരിച്ചു കൊടുക്കുക തന്നെ വേണം. യവനായാലും എത്ര വലിയ ഉന്നതനായാലും ഏത് മതസ്ഥനായാലും സ്നേഹമാണ് നമ്മൾക്ക് വേണ്ടത്. അന്യൻ്റെ മുതൽ അപഹരിക്കുന്നത് തെറ്റാണെന്നറിയാലോ. ഇതുപോലെ തന്നെ ഹിന്ദുക്കളാണെങ്കിൽ പോലും ഇതര മതസ്ഥൻ്റെ ഒരു ആരാധനയും അവരുടെ ഒരു സ്വത്തും പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് കൊടുക്കുക തന്നെ വേണം. ഈ പാലയൂർ ക്ഷേത്രവും അതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ നഷ്ടപ്പെട്ടു പോയ അന്യാധീനപ്പെട്ടു പോയ ക്ഷേത്ര ഭൂമിയും തിരികെ പിടിക്കാൻ ഏത് രാഷ്ട്രീയക്കാരനാണോ, ഏത് മതസ്ഥനാണോ, അല്ലെങ്കിൽ ഏത് സംഘടനയാണോ മുമ്പോട്ടിറങ്ങുന്നത് അതിൻ്റെ കൂടെ ഹിന്ദുക്കൾ എന്ന് അഭിമാനിക്കുന്നവനുണ്ടെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യുക. അവൻ ഏത് കമ്മ്യൂണിസ്റ്റ് ആവട്ടെ, കോൺഗ്രസ് ആവട്ടെ, BJP ആവട്ടെ. അതുപോലെ തന്നെ ഈ ഒരു സ്നേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ഞാൻ കട്ട മുതലാണ്, അല്ലെ എൻ്റെ പൂർവികർ കട്ടതാണ്, അതുകൊണ്ട് അത് എനിക്ക് സ്വന്തമാണ് എന്ന് പറയുന്ന ആ മൂഢത്വം മാറ്റുക. അവനവൻ്റെ സാധനങ്ങൾ എടുത്താൽ മതി, അന്യൻ്റെ മുതൽ ആഗ്രഹിക്കരുത് ആരും. ഞാനൊരു രാഷ്ട്രീയക്കാരന് വേണ്ടിയോ സംഘടനക്കാരന് വേണ്ടിയോ ജാതിക്കാരനു വേണ്ടിയല്ല സംസാരിക്കുന്നത്. ഒരു ക്ഷേത്രം ശാന്തിക്കാരൻ എന്നോ അതിലുപരി ഹിന്ദുക്കളുടെ ജാതി രാഷ്ട്രീയത്തിന് അതീതമായ ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു എളിയ അഭിമാനത്തോടെ പറയുന്ന ഒരു എളിയ ഹിന്ദു എന്ന രീതിയിലാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം നിലമ്പൂരിൽ തുടങ്ങിക്കഴിഞ്ഞു. എന്തിനാണെന്നറിയാമോ? പാവപ്പെട്ട ആളുകൾക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ സംഘടനയോ ഇല്ലാതെ ഭക്ഷണം, വസ്ത്രം, ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായം, ഭവന നിർമ്മാണം തുടങ്ങി വിവാഹധന സഹായം വരെ ചെയ്തു കൊടുക്കാൻ വേണ്ടിയാണ് ഈ മഹാക്ഷേത്രം, കേരളത്തിലെ ആദ്യത്തെ ചാരിറ്റി ക്ഷേത്രം നിലമ്പൂരിൽ തുടങ്ങാൻ പോകുന്നത്. ഈ ക്ഷേത്രത്തിന് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ തന്നെ സഹകരിക്കുന്നുണ്ട്. ഇതുപോലെയാവണം പരസ്പരം സ്നേഹം, സാഹോദര്യം, സഹായം, സഹകരണം. അതാണല്ലേ നമ്മൾക്ക് വേണ്ടത്. അതുകൊണ്ട് മലപ്പുറം ജില്ലയിലും
തൃശ്ശൂർ ജില്ലയിലും അടക്കമുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലുള്ള ആരാധനാലയങ്ങൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ ആരെങ്കിലും കൈവശം വെച്ച് ആധാരം മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. കൊടുക്കാത്ത പക്ഷം അത് എങ്ങനെ മേടിക്കണമെന്നും ഹിന്ദുക്കൾക്ക് ഈ കാലഘട്ടത്തിൽ അറിയാം. കാരണം എല്ലാ മതസ്ഥരെ പോലെയും ഹിന്ദുവും ശക്തരാണ് ഈ കാലഘട്ടത്തിൽ. പരസ്പര സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ എല്ലാവരും ജീവിക്കാൻ, സകുടുംബം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ മുമ്പിട്ടിറങ്ങുന്നത് നന്നായിരിക്കും. മലപ്പുറം ജില്ലയിലെ ശ്രീ പാണക്കാട് ശിഹാബ് തങ്ങളടക്കമുള്ള മുസ്ലിം പുരോഹിതന്മാർ മതസൗഹാർദ്ദം കാത്തു സൂക്ഷിക്കാൻ അന്നും ഇന്നും മുൻപന്തിയിലാണ്. അതുപോലെ ക്രിസ്തീയ സഹോദരന്മാരും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. രക്തച്ചൊരിച്ചിലിന് ഇടവരാതെ ഇരിക്കാൻ എല്ലാവരും മാനിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്യൻ്റെ മുതൽ ആരും സ്വന്തമാക്കരുത്, കൈവശം വയ്ക്കുമരുത്. കാലഘട്ടം മാറി, തിരിച്ചേൽപ്പിക്കേണ്ട സമയം അതിക്രമിച്ചു. എല്ലാവരും കൊടുക്കുക. മുസൽമാനാണെങ്കിൽ ക്രിസ്ത്യാനിയുടെ അപഹരിച്ചെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിമിൻ്റെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് സന്തോഷത്തോടെ പിരിയുക. ആ സ്നേഹം എന്നും നിലനിൽക്കും. ഇവിടെ രാഷ്ട്രീയമോ നിയമമോ ഒന്നും തന്നെ ഇത്തരം മതപരമായ കാര്യങ്ങളിൽ ആവശ്യമില്ല. ഈ കാര്യം എല്ലാ സ്നേഹനിധികളെയും കേരളത്തിലെ പ്രബുദ്ധരായ മുഴുവൻ മത, ജാതി, രാഷ്ട്രീയ സുമനസ്സുകളെയും താഴ്മയായി അറിയിച്ചു കൊള്ളട്ടെ. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം, പാദ നമസ്കാരം. താങ്ക് യു. നമസ്തേ.